ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വളരെ പോസിറ്റീവായ റിസൾട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. അവസാനമായി കളിച്ച 4 മത്സരങ്ങളിൽ 3ലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു, ഒരു സമനില നേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പടയുടെ ബഹിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ ആരാധകർക്ക് ഇപ്പോൾ പലവിധ അഭിപ്രായങ്ങളുണ്ട്. മഞ്ഞപ്പട ബഹിഷ്കരണം അവസാനിപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് പലരും ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞപ്പട ബഹിഷ്കരണം പ്രഖ്യാപിച്ചപ്പോൾ പിന്തുണച്ച പലരും ഇപ്പോൾ മഞ്ഞപ്പടയെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, യു ടേൺ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മഞ്ഞപ്പട തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല. അതായത് ഈ ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തങ്ങളുടെ നിലപാട് മഞ്ഞപ്പട ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് അവരിപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പടയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഈ ബഹിഷ്കരണം കുറച്ചു കാലത്തെ റിസൾട്ടുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് ക്ലബിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. സമീപകാലത്തെ റിസൾട്ടുകൾ ഒരുപക്ഷെ ആരാധകരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കാം, പക്ഷെ ഞങ്ങളുടെ നിലപാട് ഒരിഞ്ച് പോലും മാറിയിട്ടില്ല. മികച്ച പ്രകടനം താൽക്കാലികമായ സംതൃപ്തി നൽകുമായിരിക്കും, പക്ഷേ ക്ലബിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ അവർ അഡ്രസ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. വളരെ കരുത്തുറ്റ ഒരു സ്പോർട്ടിംഗ് വിഷൻ നമുക്ക് വേണം. അതില്ലാത്തിടത്തോളം കാലം ഈ പുരോഗതി വെറും കുറച്ച് കാലത്തേക്ക് മാത്രമായിരിക്കും. ഇതാണ് മഞ്ഞപ്പടയുടെ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത്. കൂടാതെ 6 പോയിന്റുകൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, അത് വ്യക്തമായ ഒരു സ്പോർട്ടിംഗ് വിഷനാണ്. ക്ലബ്ബ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ഫുട്ബോൾ ഐഡന്റിറ്റി സ്ഥാപിക്കണം. താരങ്ങളുടെ റിക്രൂട്ട്മെന്റ് എന്നത് താൽക്കാലിക പരിഹാരങ്ങൾക്കായിരിക്കരുത്, മറിച്ച് ശരിയായ സ്കൗട്ടിങ്, അതുപോലെ തന്നെ ഗവേഷണം, പ്ലാനിങ് എന്നിവയിലൂടെ ആയിരിക്കണം. ക്ലബിന്റെ ലക്ഷ്യം ISL മാത്രം ഒതുങ്ങാതെ ഡ്യൂറന്റ് കപ്പ്, സൂപ്പർ കപ്പ് തുടങ്ങിയ ടൂർണമെന്റുകളിലെ വിജയങ്ങളിലേക്ക് കൂടി വ്യാപിക്കണം. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള മികച്ച റിക്രൂട്ട്മെന്റും നിലവാരത്തിലുള്ള ശ്രദ്ധയും, ടീമിലെ സ്ഥിരതയും, അതുപോലെ തന്നെ സ്ക്വാഡ് ഡെപ്തും, യുവതാരങ്ങളുടെ വികസനവും അവരെ ടീമിൽ നിലനിർത്തുന്നതും, ISL മാത്രമല്ല എല്ലാ മത്സരങ്ങളിലും സ്ഥിരതയാർന്ന പ്രകടനം, ആരാധകരുമായി ഫലപ്രദമായ ആശയവിനിമയം, അതുപോലെ തന്നെ വ്യക്തവും സ്ഥിരവുമായ കളിശൈലി, ഇതൊക്കെയാണ് മഞ്ഞപ്പട പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, സ്പോർട്ടിംഗ് ഡയറക്ടറുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് സ്പോർട്ടിംഗ് സൈഡിൽ തുടർച്ചയായ ഒരു അസ്ഥിരത റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങളിലെ പിഴവുകളെയാണ് സൂചിപ്പിക്കുന്നത്. വിദേശ താരങ്ങളെ ഇടയ്ക്കിടെ മാറ്റുന്നതും ഫലപ്രദമല്ലാത്ത ഡൊമസ്റ്റിക് സൈനിങ്ങുകളും ഈ പ്ലാനിങ്ങിന്റെ അഭാവം വ്യക്തമാക്കുന്നു. ഈ തലത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ആവശ്യമാണ്. ഇനി മൂന്നാമത്തേത് മീഡിയ ലീഡർഷിപ്പാണ്. ആരാധകരുമായുള്ള അകൽച്ച വർദ്ധിക്കുന്നു. അതായത് ആരാധകരുമായുള്ള സമ്പർക്കത്തിന് ഒരിക്കൽ പ്രശംസിക്കപ്പെട്ടിരുന്ന ക്ലബ്ബ് ഇപ്പോൾ സ്വന്തം പിന്തുണക്കാരിൽ നിന്നും അഥവാ ആരാധകരിൽ നിന്നും അകന്നു മാറുകയാണ്. ആരാധകരെ ബ്ലോക്ക് ചെയ്യുന്നതും ഇടപെടലുകൾ പരിമിതപ്പെടുത്തുന്നതും സംശയാസ്പദമായ ആശയവിനിമയ രീതികൾ ഉപയോഗിക്കുന്നതും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ ടീമിന്റെ മത്സരത്തിൽ ക്ലബിന്റെ അസാന്നിധ്യവും അതിനെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയും ഈ അകൽച്ചയെ വീണ്ടും പ്രതിഫലിപ്പിക്കുന്നു. ഇനി നാലാമത്തെ പോയിന്റ്, ക്ലബ്ബ് നേതൃത്വം, അതുപോലെ തന്നെ ഉയർന്ന തലത്തിലുള്ള ഉത്തരവാദിത്തം. ക്ലബിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എടുക്കുന്ന പ്രധാന തീരുമാനങ്ങളിൽ അർഹതയോ വ്യക്തമായ ദിശാബോധമോ കാണുന്നില്ല. ആരാധകരുമായുള്ള പരസ്യമായ തർക്കങ്ങളും സപ്പോർട്ടേഴ്സിന്റെ ആശങ്കകളോടുള്ള അവഗണനയും നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ക്ലബ്ബും ആരാധകരും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് പരസ്പരം ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഭാവി സ്പോർട്ടിംഗ് ഘടന. അതായത് ഒരു വലിയ റീബിൽഡിംഗ് മുന്നിലുള്ള സാഹചര്യത്തിൽ കോച്ചിങ് സ്റ്റാഫ് മുതൽ താരങ്ങളുടെ റിക്രൂട്ട്മെന്റ് വരെയുള്ള എല്ലാ നിയമനങ്ങളും അത് ഒരു ദീർഘകാല പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് ക്ലബ്ബ് ഉറപ്പാക്കണം. സുസ്ഥിരമായ വിജയത്തിന് ഗുണനിലവാരവും ലക്ഷ്യബോധവുമുള്ള ശക്തമായ ഒരു ടീം അത്യന്താപേക്ഷിതമാണ്. അതായത് ദീർഘകാലത്തേക്ക് ഒരു ടീമിനെ കെട്ടിപ്പടുത്തുയർത്തണം എന്നാണ് അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ പോയിന്റ്, ഉടമസ്ഥരുടെ ഇടപെടലാണ്. നിലവിലെ സാഹചര്യം സൂചിപ്പിക്കുന്നത് ക്ലബിന്റെ മേൽനോട്ടത്തിൽ സജീവവും ഫലപ്രദവുമായ ശ്രദ്ധക്കുറവാണ് എന്നുള്ളതാണ്. ചുമതലയുള്ളവർക്ക് ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയാനോ പരിഹരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ക്ലബിന്റെ വളർച്ചയ്ക്കും ആരാധകർക്കും മുൻഗണന നൽകുന്ന വ്യക്തികളിലേക്ക് ഈ ഉത്തരവാദിത്തം കൈമാറേണ്ടതുണ്ട്. ഇതാണ് ആറാമത്തെ പോയിന്റ്. അതായത് ഉടമസ്ഥർ ഇപ്പോൾ ടീമിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ആറാമത്തെ പോയിന്റ് പറയുന്നത്. അർഹമായ കൈകളിലേക്ക് ടീമിനെ കൈമാറണമെന്ന്
ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ 6 പോയിന്റുകളാണ് മഞ്ഞപ്പട വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ മഞ്ഞപ്പട ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണമെന്ന് അവർ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.